ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഒരാളുടെ തെറ്റ് തിരുത്തണം. അതാണിന്ന് ബൈബിൾ പറയുക, ഇന്നത്തെ സുവിശേഷം പറയുക, തെറ്റ് തിരുത്തണം. പക്ഷെ നമുക്ക് പേടിയാ, പറഞ്ഞ് ഇഷ്ടപ്പെടുമോ? ചേട്ടനൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ പേടിയാ. ഇനി മകനോട് പറയാൻ പേടിയാ, അവൻ കടിച്ചു കയറാൻ വന്നാലോ? പറയാൻ പേടിയാ. പക്ഷെ പറയണമെന്നാണ് ബൈബിൾ പറയുക. ആദ്യം പറയണം. നമ്മൾ പക്ഷെ അവരോട് പറയാതെ വേറെ ആളുകളോട് പോയി പറയും. ഇല്ലേ, അമ്മായിയമ്മയുടെ കുറ്റം പോയിട്ട് സ്വന്തം വീട്ടിൽ പോയി പറയും. അമ്മ എന്താ എന്നോട് അങ്ങനെ പറഞ്ഞത്? അമ്മയോട് തന്നെ ചോദിച്ചുകൂടെ? അതിന് പകരം നമ്മൾ അങ്ങനെ മറ്റുള്ള ആളുകളോട് പറയും. യഥാർത്ഥത്തിൽ ഈശോ നമ്മോട് ഇന്ന് പറയുന്നത് സംസാരിക്കണം. നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കണമെന്ന് പറയും. എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് വിഷമമായി, അല്ലെങ്കിൽ നിനക്കൊരു തെറ്റുണ്ട്, നീ ഇങ്ങനെ പോയാൽ ശരിയാകില്ല, അങ്ങനെ പറയണം, പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു നിശബ്ദത കൊണ്ട് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം എന്തുമേതും പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ മൗനം പോലും അയാൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മളൊരു അബദ്ധം പറഞ്ഞെന്ന് കരുതുക. അപ്പോൾ ഒരു കൂട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഒരു 5-6 പേരുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊരു നോട്ടം നോക്കും. അപ്പോഴും മനസ്സിലാക്കിക്കോളണം, നമ്മൾ പറഞ്ഞതിൽ എന്തൊരു പിശകുണ്ട്. ഇനി നമ്മളെന്തെങ്കിലും ഒരു അൺനെസസറി ടോക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ളവർ പെട്ടെന്ന് നിശബ്ദരാവും. അപ്പം നോട്ടവും നിശബ്ദതയും അത് നമുക്കുള്ളൊരു ഹിൻഡാണ്, നമുക്ക് തെറ്റ് മനസ്സിലാക്കാനായിട്ടുള്ള ഹിൻഡാണ്. കാരണം പേടിച്ചിട്ട് ആരും പറഞ്ഞു തരികയില്ല. എന്തിനു പറയുന്നു? കൺപീള പോലും ഉണ്ട്, കൺപീള കണ്ണിലിരിക്കുന്നു എന്ന് പറഞ്ഞു തരികയില്ല. കാരണം പേടിയായിരിക്കും പറയാൻ. നമ്മുടെ മുഖത്തോട് നോക്കി സംസാരിക്കുന്നയാൾ നമ്മുടെ മുഖത്തുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു അസ്വസ്ഥത, ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു ശകലം മുഖത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരില്ല. അതാണ് ഇന്നത്തെ കാലം. പക്ഷെ പറയണമെന്നാണ് പറയണം. അപ്പം ക്ഷമിക്കണം. പിന്നെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഒരു എഫക്റ്റ് വരുന്നൊരു കാര്യമാണ് ആ വ്യക്തി ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ധൂർത്തപുത്രൻ തിരിച്ചു വരാൻ അപ്പൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് വീട്ടിലും. ചിലപ്പോൾ സ്വത്ത് വാങ്ങിച്ചിട്ട് അവൻ വീട് വിട്ടിറങ്ങുമ്പോൾ വിളിച്ചു കാണും, അയ്യോ മകനെ, മകനെ പോകല്ലേടാ, മകനെ നീ പോകല്ലേടാ എന്ന് പറഞ്ഞു കാണും. പക്ഷെ അവൻ കേൾക്കാതെ പോയി സ്വത്തൊക്കെ ധൂർത്തടിച്ച് അങ്ങനെ അവൻ കഷ്ടപ്പെടുമ്പോൾ അപ്പൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കാണും, എൻ്റെ മകൻ വരണേ, എൻ്റെ മകൻ വരണേ, എൻ്റെ മകൻ വരണേ, അങ്ങനെ പ്രാർത്ഥിച്ചു കാണും. അപ്പോൾ അതിനും ഒരു ഇഫക്റ്റുണ്ട്. സംസാരിക്കുക, പിന്നെ ആ തെറ്റം ക്ഷമിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി വീട്ടിലവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നീ എന്ത് പണിയാ കാണിച്ചത്? നീ നമ്മുടെ സ്വത്തെല്ലാം വാങ്ങിച്ചിട്ട് പോയി നീ ധൂർത്തടിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നു, നിന്നോട് ആര് പറഞ്ഞു വരാൻ? നീ വീട്ടിലൊന്നും കയറണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അതാണ് അവിടെ ആ ക്ഷമ എന്ന ഒരു വിഷയമേ സംസാരിക്കുന്നില്ല. അപ്പൻ ആ വിഷയമേ സംസാരിക്കുന്നില്ല. അതാണ് ആ ഒരു നിശബ്ദതയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവനെ നേടി എന്നാണ് പറയുക. അവനോട് സംസാരിച്ച് ഒരുത്തനെ തെറ്റ് തിരുത്തി അവനെ നേർവഴിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, അത് മത്തായിയുടെ സുവിശേഷം 18:15 അപ്പോൾ നിങ്ങൾ അവനെ നേടി. പകരം പിതാവ് ആ ധൂർത്തപുത്രൻ്റെ അപ്പൻ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ അവനെ തിരിച്ച് എടുക്കാൻ പറ്റില്ലായിരുന്നു. അതാണ്. അപ്പോൾ അങ്ങനെ നേടാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളുടെ തെറ്റ് തിരുത്തണമെന്ന് പറയുന്നത്? നമ്മൾ ഒരാളുടെ തെറ്റ് തിരുത്തിയാൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടും. നമ്മളൊരാളുടെ തെറ്റ് തിരുത്തിയാൽ നമ്മുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അതേക്കുറിച്ച് പറയുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിലാണ്. അതായത് ദൈവം ഒരാളെ തിരുത്താൻ ദൈവം തയ്യാറാണ്. പക്ഷെ അതിനൊരു മധ്യസ്ഥൻ പോലെ ദൈവം നീ അവനോട് പറയ എന്ന് നമ്മളോട് ദൈവം പറയുകയാണെങ്കിൽ നമ്മൾ അവനോട് പറയണം. തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ
അവൻ്റെ പാപത്തിൽ മരിക്കും, അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നമ്മൾ പറയാതിരുന്നാൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന പോലെയായി. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്ന് ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും, എന്നാൽ നീ നിൻ്റെ ജീവൻ രക്ഷിക്കും. ഇപ്പം യൂദാസിനോട് ഈശോ എത്ര തവണ പറഞ്ഞു, പാത്രത്തിൽ കൈമുക്കുന്നവൻ നിങ്ങളിൽ ഒരുവനെ ഒറ്റിക്കൊടുക്കും. എത്ര തവണ ഈശോ പറഞ്ഞു. പക്ഷെ അവൻ രക്ഷപ്പെടാതിരുന്നത് അവൻ്റെ കുറ്റമാണ്. പക്ഷെ പറയണം. അതാണ് ഇത് തന്നെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അതായത് ഒരാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. ഇങ്ങനെ വാള് വരികയാണ്. വാള് വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും. വധിക്കപ്പെടുക എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. അവൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ, എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട് ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും, എന്നാൽ നീ നിൻ്റെ ജീവൻ രക്ഷിക്കും. അതാണ് നമ്മൾ പറയണം. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പറയണം. കള്ളുകുടിച്ച് വരുന്ന മകനോട് പറയണം, മകനെ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണം. തെറ്റ് ചെയ്യുന്നവനോട്, ലൈസൻസ് ഇല്ലാതെ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന മകനോട് പറയണം, ഇത് തെറ്റാണെന്ന് പറയണം. പഠിക്കാതെ തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന മകനോട് പറയണം, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയണം. പറയാതിരുന്നാൽ നമുക്കത് കുറ്റമായി. ഇനി യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അതായത് നമ്മുടെ പാപം പോവുകയാണ്. നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപം പോവുക. ഇനി നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ ധൂർത്തപുത്രൻ, ഇളയ മകൻ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ മൊത്തം നെഗറ്റീവാണ്. അപ്പോൾ അവനിങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ പോസിറ്റീവ് പറഞ്ഞു. അതാണ് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് പറയണം. ഒരാൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ്, നമ്മൾ നെഗറ്റീവ് പറയരുത്. ഇനി ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരാളുടെ കുറ്റം സംസാരിക്കരുത്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആവേ മരിയ സെൻ്ററിലെ കുട്ടികളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഇവൻ ഭയങ്കര തെമ്മാടിയാണ്. ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, അവരെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇവൻ ഇത്തിരി പെശകാണ്, ഇവനൊരു പഠിക്കുകയില്ല, ഇങ്ങനെ താരതമ്യം ചെയ്ത് സംസാരിക്കും, ആളുകളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കും. അപ്പോൾ ചിലപ്പോൾ മക്കൾ ദയനീയമായിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആ സിറ്റുവേഷൻ വളരെ ദയനീയമാണ്, ആളുകളുടെ മുമ്പിൽ വെച്ച് അവരുടെ കുറ്റം പറയുന്നത്. അതുപോലെ തന്നെയാണ് താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. ഒരു ആന്തരിക നിശബ്ദത വേണം. നമുക്ക് തെറ്റെന്താണെന്ന് മനസ്സിലായി, അപ്പോൾ അവനും മനസ്സിലായി, അമ്മക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന്. പക്ഷേ അമ്മ എന്നോട് മിണ്ടുന്നില്ല. അത് തിരുത്താനുള്ളൊരു വഴിയാവും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അതിന് മറുത്തൊരു മറുപടി പറയും. അപ്പം മറുത്തൊരു മറുപടി പറയുമ്പോൾ നമ്മളും എന്തെങ്കിലും പറയും. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മറുപടികളായിരിക്കും, നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്നത് മറുപടികളായിരിക്കും. ഈ മറുപടികൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നതല്ലാതെ തെറ്റെന്താണെന്ന് വിചിന്തനം ചെയ്യാനുള്ള സാവകാശം നമ്മൾ കൊടുക്കേല. അതാണ് അതിൽ വരുന്നൊരു കുഴപ്പം. ഇനി മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഇപ്പോൾ നമ്മൾ ഇയാളോട് ഈ തെറ്റ് പറയാതെ, ഈ നിനക്കൊരു തെറ്റുണ്ടെന്ന് പറയുന്നതിന് പകരം അവനെക്കുറിച്ച് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിൻ്റെ ഒരു കുറ്റം വന്ന് പറഞ്ഞു എന്ന് കൂട്ടുകാരൻ അവനോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എന്ത് പണിയാണ് അമ്മ കാണിച്ച, അമ്മ നാട്ടു മുഴുവൻ എൻ്റെ കുറ്റം പറഞ്ഞു അടയ്ക്കാണല്ലോ.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിടിവള്ളി പോയില്ലേ, ആ ബന്ധം നഷ്ടപ്പെട്ടു. അതാണ് പിന്നെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇനി നമ്മളിങ്ങനെ അനുരഞ്ജനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രാർത്ഥനകളും ദൈവം കേൾക്കും. ഒരു സഹോദരൻ ഇങ്ങനെ അവരുടെ കുടുംബത്തിലെ ചേട്ടനാണ് സ്വത്തൊക്കെ ഇങ്ങനെ അന്യായമായിട്ട് തട്ടിയെടുത്തു. അപ്പം എന്നോട് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആരോടും പറയണ്ട, കാരണം പറഞ്ഞ് വെറുപ്പ് മനസ്സിൽ വർദ്ധിക്കുന്നതല്ലാതെ ഒരു ഗുണം ഉണ്ടാകില്ല. അപ്പം ഇങ്ങനെ പറച്ചിൽ നിർത്തണം. ഈ യെശയ്യാ പ്രവാചന പുസ്തകം 58-ാം അധ്യായത്തിൽ യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇങ്ങനെ വിഷമിച്ചു ഇരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഉപവാസം. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ടിരിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ ഉപവാസം ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, അതായത് സഹോദരങ്ങളോടൊക്കെ രമ്യപ്പെടുക എന്നൊരു കാര്യമാണ് യെശയ്യാ 58-ാം അധ്യായം പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ 9-ാമത്തെ വാക്യം പറയുന്നത്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. അതായത് ഈ അനുരഞ്ജനത്തിൻ്റെ അവസാനം ഒരു കാര്യമാണ്, റിസൾട്ടാണ് പ്രാർത്ഥന ദൈവം കേൾക്കും. ഇന്നത്തെ സുവിശേഷത്തിലും 18 മുതലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരനോട് പറയുക, അല്ലെങ്കിൽ സാക്ഷികളെ കൂടെ നിർത്തി പറയുക, അല്ലെങ്കിൽ പിന്നെ സഭയോട് പറയുക, സഭയും കേൾക്കുന്നില്ലെങ്കിൽ തള്ളിക്കളയുക. എന്നിട്ട് പറയുകയാണ് മത്തായി 18:19, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ തടസ്സപ്പെട്ട് കിടക്കുന്നത് നമുക്ക് വെറുപ്പും ഇങ്ങനെ അനുരഞ്ജനപ്പെടാത്ത അവസ്ഥയും ഉള്ളത് കൊണ്ടായിരിക്കാം. ഇതൊരു സൈക്കോളജി കൂടിയാണ്. ഈ അനുരഞ്ജനമില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ രോഗങ്ങൾ പോലും വരുന്നത്. ഈ വെറുപ്പിങ്ങനെ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കാരണം ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിച്ച് മാറ്റണം. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെയും ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവും. നമുക്കങ്ങനെ പരിശ്രമിക്കാം. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട്, ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് അഭിവാദനം പറഞ്ഞപ്പോൾ തന്നെ, അതായത് ഒരു നല്ല വർത്തമാനം പറഞ്ഞപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ള കൃപ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്കും തരണമേ. ആമേൻ.